പെണ്ണായാൽ പേറ്റുനോവറിയണമെന്നാണ് മുത്തശ്ശിമാർ പറയുന്നത്. സുഖപ്രസവത്തിന് അത്ര സുഖമില്ലെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. എന്നാൽ വേദനരഹിത പ്രസവമാണ് പുതുതലമുറ ആഗ്രഹിക്കുന്നത്. ദിയ കൃഷ്ണയുടെ പ്രസവത്തോടെ വൈറലായ മറ്റൊരു പേരുണ്ട്, എപ്പിഡ്യൂറൽ അനസ്തേഷ്യ. എന്താണ് എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എന്ന് നോക്കാം. വേദന എന്ന ട്രോമ അനുഭവിക്കാത്തവർ വിരളമായിരിക്കും. കുറച്ചെങ്കിലും ഒന്ന് വേദന കുറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ടാകും. എന്നാൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസമാവുകയാണ് എപ്പിഡ്യൂറൽ അനസ്തേഷ്യ. എന്താണ് എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എന്ന് വിശദമാക്കുകയാണ് വിദഗ്ധർ. വേദന അറിയാതെ ഗർഭിണിക്ക് ഡെലിവറിക്കുള്ള ഒരു വേദന സംഹാരിയാണ് എപ്പിഡ്യൂറൽ. ഒരു മാർഗ്ഗമാണ് എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത്. അത് അനസ്തറ്റിസ്റ്റിൻ്റെ ഹെൽപ്പ് വേണം. സ്പൈനലാണ് ഏരിയയിലാണ് കുത്തുന്നത്. L3 L4 നമ്മൾ ആ ഒരു ഏരിയ സെലക്ട് ചെയ്യുന്നത്. പക്ഷെ അത് T12 തൊട്ട് താഴെ L5 വരെ നമുക്കതിൻ്റെ ആക്ഷൻ കിട്ടും. അപ്പോൾ അത് നമ്മൾ വേദന സംഹാരിയുടെ ഒരു മാർഗ്ഗമാണ് എപ്പിഡ്യൂറൽ. അത് നമ്മൾ സ്പൈനൽ കോഡ് വരെ എത്തി ഫ്ലൂയിഡ് വരുന്ന ലെവലല്ല, ഡ്യൂറാക്കി ഇപ്പുറത്തെ നിൽക്കത്തുള്ള ആ നീഡിൽ ആ സ്പേസ് വളരെ കൃത്യമായിട്ട് നല്ലോണം കൊടുക്കാൻ അറിയുന്ന ഒരു ഡോക്ടർ തന്നെ വേണം. അത് ഫ്ലൂയിഡ് ഇല്ലാത്തൊരു ഏരിയയിൽ അവിടെ അത് ആ നീഡിൽ ട്യൂബ് കയറ്റിയിട്ടാണ് ഡ്രഗ്സ് കൊടുക്കുന്നത്. C-സെക്ഷൻ നമ്മൾ സാധാരണ എന്തെങ്കിലും എമർജൻസി ആയിട്ട് എടുക്കുകയാണെങ്കിൽ എപ്പിഡ്യൂറിൽ കൊടുക്കാറില്ല. കാരണം എപ്പിഡ്യൂറിൽ കുറച്ച് സമയം എടുക്കും, ഒരു 10-15 മിനിറ്റ് എടുത്തിട്ട് അത് ആക്ട് ചെയ്യും. അതേസമയം ലേബർ അനാൽജസിയാണ് എപ്പിഡ്യൂറിൽ ഏറ്റവും. ലേബർ അനാൽജസ് എന്ന് പറയുമ്പോൾ ഗർഭിണി വേദനയായിട്ട് കിടക്കുമ്പോൾ ആ വേദന അവർക്ക് കുറയാനും അവരത് അറിയാതിരിക്കാനും വേണ്ടിയാണ് എപ്പിഡ്യൂറൽ അനസ്തീഷ്യ കൊടുക്കണം. അത് അനസ്തീഷ്യ സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ അത് സാധ്യമാണ്. നമ്മളുടെ ആശുപത്രിയിൽ അത് എല്ലാ ഗർഭിണികൾക്കും കൊടുക്കുന്നുണ്ട്. ചിലർക്ക് നട്ടിൽ കുത്തുന്നുണ്ടല്ലോ എന്നുള്ള പേടി കാരണം ചിലർ സമ്മതിക്കാറില്ല. പക്ഷേ ആ ഗർഭിണി കരഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് അവർ പറയും എന്നാൽ കൊടുത്തോ ഇഞ്ചക്ഷൻ പറയാറുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ ഒരു 90% ആൾക്കാരെങ്കിലും എപ്പിഡ്യൂറൽ അനാൽജസിയ എടുത്തിട്ടാണ് ഡെലിവറി ആവുന്നത്. അതല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അങ്ങ് ഡെലിവറി ആവുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല. എപ്പിഡ്യൂറൽ അനാൽജസിയ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലേബറും വളരെ ശാന്തമായി കിടക്കും, ഒരു കരച്ചിൽ ബഹളം ഒന്നുമില്ലാതെ. ആ ഗുണമുള്ള അപ്പോൾ എപ്പിഡ്യൂറൽ കൊടുക്കുമ്പോൾ ചിലപ്പം ചിലർക്ക് ബ്ലഡ് പ്രഷർ കുറയുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റും കുറയും. അത് വേഗം ഒരു 1-2 മിനിറ്റ് കൊണ്ട് പിക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ചിലപ്പോൾ സിസേറിയനിലേക്ക് പോകേണ്ടി വരും. എപ്പിഡ്യൂറലിൻ്റെ വേറൊരു ഗുണം എന്തെന്ന് വെച്ചാൽ അഥവാ ആ പേഷ്യൻറ്റ് സിസേറിയൻ വേണ്ടി വരികയാണെങ്കിൽ ഈ അനസ്തീഷ്യന് ഒരു ബൂസ്റ്റർ ഡോസും കൂടെ കൊടുത്ത് ഡ്രഗ് കുറച്ചൊരു വ്യത്യാസമുള്ളൊരു ഡ്രഗ് കുറച്ചൊരു ഫാസ്റ്റായിട്ട് ആക്ടിന ലിഗ്നോക്കിനായിരിക്കും കൊടുക്കുന്നത്. നമുക്ക് വേറെ അനസ്തീഷ്യയുടെ ആവശ്യമില്ല. കാരണം എപ്പിഡ്യൂറിൽ ഇടുമ്പോൾ ഒരു ട്യൂബ് കണക്ട് ചെയ്ത് ബാക്ക് ഉണ്ടാവും. ആ ട്യൂബിൽ കൂടെ ഇഞ്ചക്ഷൻ കൊടുത്താൽ അത് പേഷ്യന് വേറെ പൊസിഷന് വേണ്ടി വരും. എപ്പിഡ്യൂറിൽ ഉള്ള ഒരു ഗർഭിണിക്ക് സിസേറിയൻ വേണ്ടി വരികയാണെങ്കിൽ ആ അനസ്തീഷ്യനെ ഒന്ന് ബൂസ്റ്റർ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എപ്പിഡ്യൂറിൽ എടുക്കുമ്പോൾ ചിലർക്ക് ചിലപ്പം വേണമെങ്കിൽ അവിടെ രക്തം കളക്ട് ചെയ്യാം, ഹെമറ്റോമ എന്ന് പറയും, അല്ലെങ്കിൽ നാവ് ഇഞ്ചുറി. പക്ഷേ നമ്മൾ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അത് ഹെഡേക്ക്, പോസ്റ്റ്യൂറൽ ഹെഡേക്ക് ഈ എപ്പിഡ്യൂറൽ കൊടുത്തതിന് ശേഷം ഹെഡേക്ക് പറയുന്നവർ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ട്. ആ ഹെഡേക്ക് വരുമ്പോൾ നമുക്ക് ചികിത്സാ വിധികളുണ്ട്. നമുക്ക് അവർക്ക് നേരെ കിടക്കണം, അവർക്ക് പില്ലോ വെക്കാതെ ഫ്ലാറ്റായിട്ട് കിടക്കാൻ പറയും. അവർക്ക് അതുമാതിരി തന്നെ ഹൈഡ്രേഷൻ നല്ലോണം വെള്ളം കുടിക്കാൻ, അതുമാതിരി തന്നെ റിംഗർ ലാക്റ്റേറ്റ് നമ്മളൊരു 125 ml/h കൊടുക്കണം. പിന്നെ അവർക്ക് പെയിൻ കുറയാൻ വേണ്ടി അനാൽജസിക്സ്, പാരസെറ്റമോളോ അല്ലെങ്കിൽ ആസ്മ ഇല്ലാത്തവർക്ക് NSAID ഡ്രഗ്സോ കൊടുക്കാം. പിന്നെ അതിലൊന്നും അല്ലെങ്കിൽ അബ്ഡോമിനൽ ബൈൻഡർ കെട്ടാം. അവർക്ക് കോഫി കുടിച്ചാലും ആശ്വാസം കിട്ടും. അതിലൊന്നും നിന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഫീനോപാലറ്റൈൻ ബ്ലോക്ക് ഉണ്ട്, അത് അനസ്തറ്റിസ്റ്റ് തന്നെ ചെയ്യും, മൂക്കിൽ കൂടെ ചെയ്യും. ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു എപ്പിഡ്യൂറൽ പാച്ച് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് അത് പേഷ്യൻ്റ് തന്നെ ബ്ലഡ് ഒരു 15 ml ഒക്കെ 20 ml എടുത്തിട്ട് ഈ ട്യൂബിൽ കൂടെ തന്നെ ആ എപ്പിഡ്യൂറൽ സ്പേസിൽ കൊടുത്താലും ഈ വേദന മാറും. അതിനാണ് എപ്പിഡ്യൂറൽ പാച്ച് എന്ന് പറയുന്നത്. അത് പുറത്തൊട്ടിക്കണമല്ല, അകത്ത് തന്നെ ബ്ലഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് വളരെ കുറച്ച് പേർക്ക് കാണാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എപ്പിഡ്യൂറൽ. പക്ഷെ അത് 2 ദിവസം അപ്പോൾ തന്നെ നമ്മൾ അനസ്തറ്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്യും, അവരെ വന്ന് കാണുകയും വേണ്ട ചികിത്സാ വിധികൾ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ദൂരഭാഗമായിട്ട് കുഴപ്പങ്ങളൊന്നും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. നോർമൽ ഡെലിവറിക്ക് എപ്പിഡ്യൂറൽ അനസ്തേഷ്യ സാധാരണ നൽകാറുണ്ടോ?
നൽകാറുണ്ടെങ്കിൽ അത് ഏത് സാഹചര്യത്തിലാണ്? ഉണ്ട്. വളരെയധികം പേര് ഇപ്പോൾ അത് ഓപ്റ്റ് ചെയ്യാറുണ്ട് എപ്പിഡ്യൂറൽ അനസ്തീഷ്യ. കാരണം വേദന അറിയാതെ ഡെലിവറി ആവാമല്ലോ. അപ്പം നമുക്ക് അനദർ ഇമ്പോർട്ടൻ്റ് വളരെ കാമായിരിക്കും ലേബറും, ഒരു ബഹളവും കരച്ചിലൊന്നും കേൾക്കില്ല. നോർമൽ ഡെലിവറിയിൽ എപ്പിഡ്യൂറൽ അനസ്തീഷ്യ നൽകുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാമോ? ഗുണങ്ങളാണ് നമ്മൾക്ക് വേദന അറിയാതെയുള്ള ഡെലിവറി അവർ കംഫർട്ടബിൾ ആയിരിക്കും. അവർ കരച്ചിലോ ബഹളങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ആ കൊണ്ടുള്ള നമുക്ക് ചിലപ്പോൾ ഒരു മണിക്കൂറും കൊണ്ട് ഡെലിവറിക്കുള്ള സമയം ലേശം ഒരു മണിക്കൂർ. ഇപ്പം ഡ്യൂറേഷൻ പറയുന്നത് 3 hours ആണെങ്കിൽ ഒരു 1 hour കൂടെ കൊടുക്കേണ്ടി വരും ഡെലിവറി ആവാൻ. വളരെ അപൂർവം പേർക്ക് ചിലപ്പം അവർ സ്ട്രെയിൻ ചെയ്തില്ല, ഫീറ്റിലായിട്ട് കുറയുന്നു, അങ്ങനെ വല്ലതും കാണെങ്കിൽ ഇൻസമിൽ ഡെലിവറിക്ക് പോകും. നോർമൽ ഡെലിവറിയിൽ എപ്പിഡ്യൂറൽ അനസ്തേഷ്യ നൽകിയാൽ ഭാവിയിൽ അമ്മയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും ദോഷമുണ്ടാകാൻ സാധ്യതയുണ്ടോ? പാർശ്വഫലങ്ങൾ അങ്ങനെ കേട്ട് വളരെ കുറവാണ്. അങ്ങനെ ഒരു ലോങ് ടേം ആയിട്ട് ഒരു പേഷ്യൻ്റ് പോലും അങ്ങനെ ഒരു എപ്പിഡ്യൂറലായിട്ട് എൻ്റെ അറിവിലില്ല. ഇനി ഉണ്ടോ കേരളത്തിൽ? ഹെമറ്റോമ ഉണ്ടായി, അതൊക്കെ റിസോൾവ് ചെയ്യാൻ. നെർവ് ഇഞ്ചറി ഉണ്ടായാലും നെർവ് ഇഞ്ചറി വളരെ റെയറാണ്. നെർവ് ഇഞ്ചറി 4 കോംപ്ലിക്കേഷൻസ് പറയുന്നതിനകത്ത് ഒന്ന് നെർവ് ഇഞ്ചറിയാണ്. ആ നെർവ് ഇഞ്ചറി എത്രത്തോളം കാലം നിൽക്കും എന്നുള്ള ഒരു ന്യൂറോളജിസ്റ്റിനെ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പേഷ്യനെ കണ്ടിട്ടില്ല. സാധാരണയായി നമുക്ക് പോസ്റ്റ് ഡ്യൂറൽ ഹെഡേക്ക് എന്ന് പറയും. അതായത് ഈ ഡെലിവറി കഴിഞ്ഞ് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് പേഷ്യൻ്റ് പറയും എനിക്ക് ഭയങ്കര തലവേദന എന്ന് പറയും. അത് നമുക്ക് പോസ്റ്റ് ഡ്യൂറൽ ഹെഡേക്ക് എന്നതിന് പറയണം. അതിന് നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ അപ്പം തന്നെ പേഷ്യൻറ്റിനോട് പറയും നിങ്ങൾ പില്ലോ വെക്കരുത്, ആദ്യം നേരെ എണ്ണീറ്റിരുന്ന് നടക്കുക വേണ്ട, ഈ വേദന മാറുന്നവരെ ഫ്ലാറ്റായിട്ട് കിടക്കണം. അതുമാതിരി തന്നെ ഫ്ലൂയിഡ് നന്നായി കുടിക്കണം. ഒപ്പം തന്നെ നമ്മൾ ഐ വി ഫ്ലൂയിഡും ഒരു 125 ml/h കൊടുക്കും. എന്ന് വെച്ചാൽ ഒരു 500 ml ആണ് ഒരു ബോട്ടിൽ. അപ്പോൾ 125 ml/h 4 മണിക്കൂർ കൊണ്ട് തീർക്കും. പിന്നീട് നമുക്ക് അബ്ഡോമൻ ബൈൻഡർ യൂസ് ചെയ്യാൻ പറയും. അപ്പോൾ അതിൻ്റെ അബ്ഡോമൻ പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ട് കോഫി കുടിക്കുന്നത് നല്ലതാണ്. ഈ സാധാരണ ഹൈഡ്രേഷനകത്ത് അല്ലെങ്കിൽ പിന്നെ പെയിൻ കില്ലേഴ്സ് കൊടുക്കാം, പാരസെറ്റമോൾ കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഡ്രഗ് റിയാക്ഷൻസ് ഇല്ലാത്ത, ആസ്മ പോലുള്ള അലർജി ഇല്ലാത്തവർക്ക് NSAID ഡ്രഗ്, ഡൈക്ലോഫെനാക്കുള്ള ഡ്രഗ്സ് കൊടുക്കാം. ഇതെല്ലാം പോയില്ലെങ്കിൽ ലാസ്റ്റായിട്ട് നമുക്ക് സ്വീനോപാലറ്റൈൻ ബ്ലോക്ക് എന്നുണ്ട്. അത് മൂക്കിൽ കൂടെയാണ് അത് അനസ്തീഷ്യ ചെയ്യണം. ഒരു ബ്ലോക്ക്, സ്വീനോപാലറ്റൈൻ ബ്ലോക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട് ഞാൻ ഇത്രയും കാലമായിട്ട് ഒരു പേഷ്യൻ്റ് മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇത് പാച്ച്, എപ്പിഡ്യൂറൽ പാച്ച് എന്ന് പറയും. പാച്ച് എന്ന് പറയുമ്പോൾ ആക്ച്വലി പേഷ്യൻറ്റിൻ്റെ കയ്യിൽ ഈ ക്യൂബിറ്റൽ ഏരിയന്ന് നല്ലോണം സ്റ്റെറിലാക്കിയിട്ട് അവിടെ നിന്ന് ഒരു 15 to 20 ml ബ്ലഡ് എടുത്തിട്ട് ഓൾറെഡി ആ എപ്പിഡ്യൂറിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ട്യൂബ് പുറത്തേക്ക് ഉണ്ടാവും. പിന്നെ ആ നീഡിൽ മാറ്റിയിട്ട് പേഷ്യൻ്റ് ഫ്ലാറ്റായിട്ട് കിടക്കണം. അതിൽ കൂടെ നമുക്കൊരു ആ ബ്ലഡ് ഇഞ്ചെക്റ്റ് ചെയ്യും. പേഷ്യൻ്റ് തന്നെ ബ്ലഡാണ് ഇഞ്ചെക്റ്റ് ചെയ്താൽ അത് സീൽ ചെയ്താൽ അതാണ് എപ്പിഡ്യൂറൽ പാച്ച് എന്ന് പറയുന്നത്. അതാണ് ഇത് രണ്ടുമാണ് അതിൻ്റെ സാധാരണ കൊണ്ട് ഹൈഡ്രേഷനും വേദന സംഹാരികളും കൊടുത്തതിന് ശേഷവും നിന്നിട്ടില്ലെങ്കിൽ സാധാരണ നമ്മളിവിടെ കൊടുക്കുന്നത് സ്വീനോപാലറ്റൈൻ ബ്ലോക്കാണ്. അതിനകത്ത് മിക്കവാറും വരും. അതെല്ലാം പിന്നെ ഒരു പേഷ്യൻ്റ് അങ്ങനെ വേറൊരു ആവശ്യം വന്നിട്ടില്ല ഞങ്ങൾക്ക്. പ്രസവം ഓപ്ഷനാകുന്ന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രസവിക്കേണ്ട എന്ന് സ്ത്രീകൾ തീരുമാനമെടുക്കുന്ന കാലം. ഈ കാലത്ത് വേദന കുറയണം എന്നാഗ്രഹിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അങ്ങനെ ഒരു സൗകര്യമുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക തന്നെയല്ലേ വേണ്ടത്? അത്തരത്തിലൊരു സംവിധാനം ഒരുക്കുകയാണെങ്കിൽ, അത് എല്ലാവരിലേക്കും എത്തിക്കുകയാണെങ്കിൽ അത് തന്നെയല്ലേ നല്ലത്?